ദിയയ്ക്ക് നമ്മൾ ഒരു 11 സർപ്രൈസസാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇത്. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഈ എറൈസേഴ്സ്, ബാഗ്, ഈ ബോട്ടിൽ, പിന്നീട് ഈ ഒരു ബുക്ക്, ഡ്രോയിങ് ബുക്കാണെന്ന് തോന്നുന്നത്. ദെൻ ഈ ക്ലിപ്പ്, തുറന്നിട്ട് ഞാൻ കാണിക്കാം. അത് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതൊരു കുഞ്ഞ് ഡയറിയാണ് കേട്ടോ. എല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്യണം. അങ്ങനെ ഇത് വെച്ചിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ട്രഷർ ഹണ്ട് പോലെ വെക്കുന്നുണ്ട് ദിയയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 11 ഗിഫ്റ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കളക്ട് ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മൾ സത്യത്തിൽ വിചാരിച്ചത് വളരെ സ്ലോ ആയിട്ട് വന്നെല്ലാം ഗിഫ്റ്റൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് അതൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദിയ കതകി വന്ന് മുട്ടുന്നു, തുറക്കുന്നു പറഞ്ഞിട്ട്. ദിയ ചെറുതായിട്ട് ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം സർപ്രൈസായിട്ട് നമ്മൾ വെച്ചിരുന്നായിരുന്നു. പിന്നീട് നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത്, കാര്യം വീട്ടിലോട്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ്, ഞാൻ കുളിക്കാൻ കയറിയേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ചിട്ടിറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ദിയായെ വീട്ടിലോട്ട് നിർത്തി. അങ്ങനെ ഈ ഗിഫ്റ്റെല്ലാം വെക്കുന്നത് നമ്മൾ ഒന്ന് വീഡിയോ എടുത്താന്ന് വെച്ചാൽ നമ്മളും ചിലപ്പോൾ മറന്നു പോകും, എവിടെയാണ് ഈ ഗിഫ്റ്റൊക്കെ വെച്ചിരിക്കുന്നതെന്ന് മറന്നു പോകും. കാര്യം ഇത്രയും ധൃതിക്ക് ചെയ്യുന്നതല്ലേ, അങ്ങനെ മറന്നു പോകും. അങ്ങനെ വീഡിയോ എടുത്തത് ദിയ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇത് വച്ചിട്ട് ഞങ്ങൾ അതായത് കേക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച്, കുറച്ചൊക്കെ നമ്മളല്ലാതെയും വെച്ച്. പക്ഷെ അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് അവർ കണ്ടുപിടിച്ച്. കാര്യം കാത്തു ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിയയ്ക്ക് കുറച്ച് ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ദിയ രാവിലെ ഇവിടുന്ന് ഭയങ്കര ഡള്ളായിട്ടാണ് പോയത്. കാര്യം ബർത്ത്ഡേക്ക് പ്ലെയിനായിപ്പോയി, ഗിഫ്റ്റൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ദിയ ഇവിടുന്ന് പോയത്. പക്ഷേ ദിയ വന്നപ്പോൾ ഇങ്ങനെ കൊട്ടുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് സ്കൂളിൽ നിന്ന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊട്ടുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. അങ്ങനെ ഇതൊക്കെ ഫ്രണ്ട്സ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ചാനൽ ആരൊക്കെയോ കാണുന്നവരുണ്ട്, അവർ ബർത്ത്ഡേ വ്ളോഗൊക്കെ തിരക്കി എന്നൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കൊടുത്തേക്ക് കുറേയൊക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എല്ലാം വീഡിയോയിൽ ഞാനങ്ങ് കാണിക്കുവാണ് കേട്ടോ. നീ ട്യൂഷന് വന്ന കേട്ടോ നല്ലത്. ഞാൻ ദിയ ശരിക്കും ഹാപ്പിയായി. പിന്നെ നമ്മൾ കേക്കൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ രാത്രിത്തെ വീഡിയോസ് മാത്രമേ പിടിച്ചിട്ടുള്ളായിരുന്നു. ദിയയ്ക്ക് നമ്മൾ കേക്ക് മേടിച്ചത് ഇൻസ്റ്റാഗ്രാം പേജായ റിഫ ബേക്കേഴ്സ് എന്ന് പറയുന്നൊരു പേജിൽ നിന്നായിരുന്നു. ബ്രൗണി 1/2 kg അല്ലാതൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ദിയയ്ക്ക് മൊത്തം കൂടെ 4 കേക്ക് ദിയയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അനിയത്തി വന്നപ്പോൾ അവളും ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ട് വന്നത് കേക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ദിയയ്ക്കൊരു 1 kg ബ്രൗണി കായംകുളത്ത് നിന്ന് ഒരച്ഛൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇത് ബർത്ത്ഡേയുടെ മാത്രം ഒരു വ്ളോഗായിട്ട് അങ്ങ് എടുത്തേത്. ദിയയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്തായാലും ഗിഫ്റ്റൊക്കെ കണ്ടുപിടിച്ച് അതെല്ലാം പൊട്ടിച്ച് എല്ലാവരും കാണീര്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. കാര്യം സംഗീതം വരാൻ ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ദിയ ഷടപടയെ ഗിഫ്റ്റൊക്കെ നമ്മൾ ട്രഷർ ഹണ്ട് പോലെ വെച്ചിട്ട്, പിന്നെ നമ്മൾ കാണാൻ വരുന്ന സ്ഥലത്താണ് വെച്ചത്. പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പൊട്ടിച്ച് ദിയ നോക്കി. ദിയയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. കാര്യം ദിയ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് എല്ലാം കളക്ട് ചെയ്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു അമ്മുവാണ്. തലേന്ന് അമ്മുവും മാളും കൂടെ പോയിട്ടാണ് ബാക്കിയുള്ള ഗിഫ്റ്റ് എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അവരുടെ വീട്ടിൽ വെച്ചിരുന്നത്. എന്നിട്ട് അമ്മുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ദിയ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ ചോദിച്ച ചേച്ചി ഗിഫ്റ്റൊക്കെ കിട്ടിയെന്ന് വെച്ചപ്പോൾ അമ്മു പറഞ്ഞു ഇല്ലടി ഒന്നും കിട്ടിയില്ല, ഒന്നും നടക്കത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് ദിയയെ നല്ല നിരാശപ്പെടുത്തിയാണ് സ്കൂളിലൊക്കെ ഇട്ടത്. അപ്പോൾ തിരിച്ച് വന്ന് ഇതൊന്ന് വേഗമായിട്ട് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാലും ആ ഒരു ഗിഫ്റ്റ് ഫുള്ള് കളക്ട് ചെയ്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അമ്മൂന് തന്നെയാണ് കൊടുക്കുന്നത്. കാര്യം അത് റാപ്പ് ചെയ്ത് ഇതെല്ലാം കെട്ടി അത് എല്ലാം അവൾ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ 2 സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. ആ ഒരു ബോട്ടിലും പിന്നെ ഒരു ക്ലിപ്പും. ബാക്കിയൊക്കെ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് കേട്ടോ.
രാവിലെ തന്നെ ദിയയ്ക്ക് വേറൊരു ഗിഫ്റ്റ് ദിയായി വെച്ച് ഭയങ്കര ബോണ്ട് കേട്ടോ. മാസിൻ്റെ ഒരു ചോക്ലേറ്റ്, പിന്നെ കുറച്ച് മിഠായി, ചോക്ലേറ്റ് കണക്കത്തെ കുറേ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അത് ആയിഷിൻ്റെ ഒരു ഫ്രണ്ട്. ദിയ കേക്ക് മുറിക്കുന്ന വീഡിയോ മാത്രം ചൊവ്വേ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ കാലൊക്കെ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് കിട്ടിയത് സംഗീത കേക്ക് എല്ലാവർക്കും മുറിക്കുന്നതാണ് കേട്ടോ. സംഗീത നമ്മൾ കേക്ക് മുറിക്കാൻ ഏൽപ്പിച്ച കൃത്യമായിട്ട് ഓരോരുത്തർക്കും നന്നായിട്ട് മുറിച്ച് തരും കേട്ടോ. അങ്ങനെ ഓരോ പീസ് ഇങ്ങനെ മുറിച്ച് സംഗീതം വയ്ക്കുന്നത് മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. ദിയയുടെ ബർത്ത്ഡേക്ക് സംഗീത കേക്ക് മുറിക്കുന്നത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബ്രൗണി നമ്മളെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതെൻ്റെ ആദ്യ എൻ്റെ ഒരു അക്ഷരം ഞാനും എടുക്കട്ടെ. ഞാനും ആദ്യ ഈ സംഗതി കട്ടിയാണല്ലോ. സ്ട്രോബെറി പ്ലീസ്. അതിനകത്തെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. ഒന്നും വേണമോ? അയ്യോ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇതിൽ മാക്സിമം കുറച്ച് മീൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാര്യം ഒരുപാട് അങ്ങ് ലെങ്ത്ത് വേണ്ട, ബോറടിക്കുമോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ബ്രൗണി എല്ലാവർക്കും നമ്മൾ കൊടുത്തു കേട്ടോ. പിന്നെ വന്നതും നമ്മളെല്ലാവർക്കും കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഒന്നും ചോക്ലേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.